ഞാനൊരു ക്യാപ്റ്റനാണ്. എനിക്ക് കുറച്ച് റെസ്പെക്റ്റ് തരാം. ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് അനിമോള് തരുന്നില്ല. ഞാൻ അത്രയും പതുക്കെയാണ് അവളോട് സംസാരിച്ചത്. അനിമോളെ ആ വെസലൊന്ന് കഴുക്, ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ലാലേട്ടൻ വരട്ടെ, ലാലേട്ടൻ വരുമ്പോൾ അതെടുത്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് നോക്കട്ടെ. പിന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ 2 പേരെയും 3 പേരെയും ഒരു ടീമിലോട്ടാക്കിയത്. എന്നിട്ട് എനിക്ക് ഒരു വിലയില്ല. ഞാൻ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി ഞാൻ എത്ര സന്തോഷത്തോടെ എൻ്റെ ക്യാപ്റ്റൻസി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് അലമ്പുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, വെസിൽ കഴുകത്തില്ല. അതെന്തുകൊണ്ട് അനുമോൾ കഴുകുന്നില്ല? നിവിൻ അവിടെ നിന്ന് മാറിയപ്പോൾ അനുമോൾ കഴുകണ്ടേയല്ലേ? പിന്നെ ഇവർ പറയുന്നില്ലേ ഇവരെ ഫെയിം കണ്ടിട്ടാണ് നമ്മൾ ഇവരെ കൂടെ കൂട്ടുകൂടിയെന്ന്. അത് നമ്മൾ ഇനി പറയിപ്പിക്കാനൊന്നും പോകണ്ട. ചോറ് നിന്ന ആൾക്ക് മനസ്സിലാകും എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അനുമോൾ ഉദ്ദേശിച്ചതെന്ന്. ഉറപ്പായിട്ടും അത് ഫെയിമാണ്, അത് വേറെ ഒന്നുമല്ല. ഇവിടെ വേറെ ഒരു കാര്യവും ഇല്ല എടുത്തിടാൻ. എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയെന്നുള്ളത്. ആൻഡ് മോറെവർ ആ വ്യക്തിക്ക് തന്നെ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ആതിര ഇത്ര ഇതാണെങ്കിൽ അവൾക്ക് എന്താ അത് പറയാൻ പറ്റാത്തത്? ഓഫ് കോഴ്സ് അവൾക്കത് പറയണ്ട. അവളത് പറഞ്ഞാൽ അത് തെറ്റായിട്ട് പുറത്തു പോയാലോ എന്നുള്ള പേടിയാ. അത് തന്നെയാണ്, നമ്മളത് പറയിപ്പിക്കണ്ട. മൗന സമ്മതം. അനുമോള് പറഞ്ഞില്ലല്ലോ, എന്താ നിങ്ങൾ രണ്ടരോട് ഇരുന്ന് പറയല്ലേ, ഇപ്പോൾ പുറത്തോട്ടല്ലേ പോകുന്നത്. അതിൽ പറയുന്നതൊക്കെ ഭയങ്കര പതുക്കിയാണ്. അതിൽ പറയുന്ന ഒന്നും പുറത്തോട്ട് കേൾക്കാനേ പറ്റുന്നില്ല. നൂറ പറയുന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പതുക്കിയാണ് അതിൽ സംസാരിക്കുന്നത്. പുള്ളിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നല്ലത് മാത്രം പുറത്തോട്ട് പോകണം. ഇനിയിപ്പോൾ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരോട് പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തോട്ട് നമ്മുടെ ബാക്ക് സൈഡായിരിക്കും പോവുക. പുള്ളിക്കാരി ഇവിടെ നിൽക്കുന്ന പുള്ളിക്കാരുടെ ഏറ്റവും നല്ലത് മാത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. പക്ഷെ അത് മാത്രമല്ല പുറത്തു പോകുന്നത്. എന്തൊക്കെ കള്ളത്തരമാണ്, എന്തൊക്കെ വൃത്തികെട്ട ബിഹേവിയാണ്, അതെല്ലാം പുറത്തു പോകുന്നുണ്ട്. മനുഷ്യന്മാർ കാണും. ഇതിൻ്റെ മറുപടി ആദില പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കണ്ട, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. മൈക്ക് എവിടെയോ ഒളിച്ചു വെച്ചിട്ട് പൊത്തിപ്പിടിച്ച് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ 2 പേരും പണിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവളോടത്ത് ഇളക്കാനോ കോരിയിടാനോ ഒക്കെ ചോദിക്കുമ്പോൾ ഇവളത് വേണ്ടാന്ന് പറയും. എന്നിട്ട് ഇവൾ തന്നെ പറയും നിങ്ങൾ ഒരു പണിയും ചെയ്യാതിരിക്കുകയാണെന്ന്. ഇവൾ തരികയില്ല, മറ്റുള്ളവർ പണി ചെയ്യുന്നില്ലെന്ന് അങ്ങ് പറഞ്ഞുണ്ടാക്കും. ആതിര പറയണം അച്ഛൻ്റെ അമ്മയുടെയും പേര് പറയുമ്പോൾ തന്നെ അവളങ്ങ് കരച്ചില്ല. അതൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയുള്ളൊരടവാണ്. ഇവക്കൊക്കെ അച്ഛനും അമ്മയും വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയതിന് അനുമോൾ എന്തോ വേണം? അനുമോൾ ഇത്രയും വർഷമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവരുടെ സ്നേഹം പറ്റി ജീവിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പ്രായപൂർത്തി ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഓടുമല്ലേ? അന്നേരം പിന്നെ ഇതൊക്കെ അതിൻ്റെ വില എങ്ങനെ അറിയാം അച്ഛൻ്റെ അമ്മയുടെ? അച്ഛനും അമ്മയും പറയുമ്പോൾ അയാൾ ഇമോഷണൽ ആവുന്നത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയണമെങ്കിൽ നീയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കണം, അല്ലാതെ ഇങ്ങനെ ഓടുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുന്നു. ഒരുപാടുണ്ട് ഇവന്മാർ സംസാരിക്കുന്നത്. 1 മണിക്കൂറിൽ കൂടുതലുണ്ട്. എന്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്ത് പറഞ്ഞിട്ടായാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാപ്റ്റൻസി എടുത്തിടും. എനിക്കിത് ആദ്യമായിട്ട് കിട്ടിയ ക്യാപ്റ്റൻസിയാണ്. ക്യാപ്റ്റൻസി കിട്ടിയാൽ ആരെങ്കിലുമൊക്കെ മണ്ടയ്ക്ക് കയറണമെന്നാണ്. അല്ലെങ്കിൽ ഒരാളല്ലേ ക്യാപ്റ്റൻസിയിലാക്കിയത്, അല്ലാതെ 2 പേരെയും കൂടെ അല്ലല്ലോ. ഇത് 2 പേരും കൂടെ ക്യാപ്റ്റനായ രീതിയിലാണ് പെരുമാറുന്നത്. 2 പേരെ കിച്ചണിലിട്ടാൽ 2 പേരും ജോലി ചെയ്യണം. അല്ലാതെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഒരാൾ മാറിയിരുന്ന് കൊതിഞ്ഞോണേ പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പം അതിനകത്ത് പറഞ്ഞു വിട്ട് അടുത്ത ജോലിയും കൂടെ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. ക്യാപ്റ്റൻസി ഞാൻ ഭയങ്കര ഭംഗിയിൽ കൊണ്ടുപോകാനാണെന്ന് ആഗ്രഹിച്ചാൽ പോരാ, അത് കുറച്ചെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കണം. എൻ്റെ ഒരു ഇതിൽ ഈ വ്യക്തി ഏറ്റവും മോശമാക്കണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അനുമോൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ? അനുമോൾ ഇന്നലെ എത്ര സന്തോഷത്തോടെ എല്ലാ പ്ലേറ്റും നിരത്തി വെച്ച് ചോറും കറിയും വിളമ്പുന്നത് എടുത്തുകൊണ്ട് പോയി കഴിച്ചാൽ പോരെ? പിന്നെ എനിക്ക് കുറച്ച് കൂടുതലാ ഞാൻ വിളമ്പി കൊടുക്കാം, നീ കൈയിട്ട് വരാതെ നിൻ്റെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴി, ഈ വക പാഷകളൊക്കെ പറഞ്ഞു ആരാ? അപ്പോൾ ആ മുന്നിലിരിക്കുന്നവളാണ് ഇതിന് ഇത്രയും കാരണം. അത് മനസ്സിലാക്കാതെ അനുമോടെ മണ്ടയ്ക്ക് ക്യാപ്റ്റൻ കയറിയിട്ട് പിന്നെ എൻ്റെ ക്യാപ്റ്റൻസി ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാക്കിയ ആദിലയാണ്. സാവുമോൻ അത്രയും സംസാരിക്കാനുള്ള കാരണം ആദില തന്നെയാണ്. ആദിലയും കൂടെ സൗണ്ട് വെച്ചതുകൊണ്ടാണ് സാവുമോൻ സംസാരിച്ചത്. ആ 2 പേരും കൂടെ സംസാരം വന്നപ്പോഴത്തേക്ക് ഷാനവാസ് വന്നു. ഷാനവാസിൻ്റെയും കൂടെ സംസാരം വന്നപ്പോഴത്തേക്ക് അക്ബർ വന്നു. അങ്ങനെയാണ് ഇതൊരു കൂട്ടാടിയായത്. ഇത് കുറേ നേരം ഉണ്ട് ഗൈസ്. ഞാനൊന്ന് നോക്കിയിട്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. ഇവർ 2 പേരോട് ഒന്ന് സംസാരിക്കുന്ന ഒരുപാടുണ്ട്. അപ്പം ഞാൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.